ഞാൻ സുജീഷ്, കോട്ടയം സ്വദേശി. ഈ സിനിമയുടെ ഡയറക്ടർ, അതുപോലെ തിരക്കഥ, കഥ, പ്രൊഡ്യൂസർ മൂന്നും കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് തന്നെ പറയാം. എൻ്റെ മോൾ കാശ്മീര, ജാഫർ ഖാൻ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു മീറ്റിങ്ങിൽ വെച്ചാണ് ഈ പടത്തിൻ്റെ ഉത്സവം. മോൾക്ക് വേണ്ടി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോവുകയും ആ ലൊക്കേഷനിൽ വെച്ച് ജാഫർക്ക് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടുകയും അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അങ്ങനെ ജാഫർക്കയുടെ കൂടെ അഭിനയിച്ച മോളെ പറ്റി എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മോളുടെ കഴിവ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ഒരുമ്പെട്ടവൻ സിനിമ ആയിട്ട് മാറിയിരിക്കുന്നത്. ഒത്തിരി ഒരു 1.5 വർഷത്തെ പുറകിലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സിനിമ ഇപ്പോൾ ജനുവരി 3 റിലീസിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ടീം മൊത്തം, ഇതിനകത്ത് ആബ്സെൻ്റായ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ടീം മൊത്തം അവരുടെ എല്ലാ നല്ല മനസ്സും നല്ല കഴിവുകളും എല്ലാം ഒരേപോലെ ഉപയോഗിച്ചിട്ടാണ് ഈ പടം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ജാഫർക്കാരുടെ ഞാനും തമ്മിലുള്ള മീറ്റിംഗ് തുടങ്ങി ഇന്ന് വരെ അദ്ദേഹവും വളരെ മനോഹരമായിട്ട് എൻ്റെ കൂടെ നിന്നു. അതുപോലെ ഇന്ദ്രൻസണ്ണൻ വളരെ നല്ലൊരു ഭാഗം വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ ക്രൂ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ദക്ഷിണ എൻ്റെ മൂത്ത മോളാണ്. ഒരു ചെറിയ വേഷം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഗോപിനാഥ് പാഞ്ഞാൽ എൻ്റെ കോ റൈറ്ററാണ്. എൻ്റെ മനസ്സിലൊരു കഥ വന്നു. ആ കഥ അത് ഞാൻ ജാഫർക്കായിട്ട് ഷെയർ ചെയ്തു. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജാഫർക്ക പറഞ്ഞു, സുജീഷ് ഇത് ഷോർട്ട് ഫിലിം അല്ല, ഷോർട്ട് ഫിലിം നിൽക്കില്ല, ഇത് വളരെ മനോഹരമായൊരു സിനിമയാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കോ റൈറ്ററുമായ ഗോപിനാഥ് പാഞ്ഞാലുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റ് എഴുതി. വളരെ മനോഹരമായിട്ട് ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമയായിരിക്കുകയാണ്. ഇത് കാശ്മീര ഈ ചിത്രത്തിലെ മെയിൻ റോള് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും ഒരു 10 വയസ്സുകാരി ചെയ്യാവുന്നതിൻ്റെ നല്ലൊരു ഭാഗം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആക്റ്റീവായി എല്ലാ സാഹചര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഡയാന എടുത്തു പറയേണ്ട വേഷമാണ് കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് തൊട്ട് ഒരു വീട്ടിൽ നടക്കുന്ന പശ്ചാത്തലങ്ങളെല്ലാം അത് കറക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം കഥ പറയില്ല, ചെറിയൊരു പറയുന്നത് ഈ ജാഫർക്ക എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു ആക്രിക്കാരനാണ്. അദ്ദേഹത്തിനെ അസ്പെക്റ്റ് ചെയ്യുന്നില്ല. ചേട്ടനല്ല സുധീഷ് ചേട്ടനാണ് ഡയാനയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടാണ് നമ്മുടെ ജാഫർക്ക. അദ്ദേഹം ആക്രികൾക്ക് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ സുധീഷ് ചേട്ടന് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹത്തിനെ അംഗീകരിക്കാതെ ഒരു ആക്രിക്കാരനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കുടുംബിനി എന്ന നിലയിൽ അവരുടെ ഇമേജിന് കോട്ടം തെറ്റുന്ന ഒരാളെന്ന രീതിയിൽ അകത്ത് നിർത്തുന്ന ആ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു കുശുമ്പും എല്ലാം കൂടി തികഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഭിനയിക്കുന്നു മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ജാഫർക്ക ഈ സിനിമയുടെ നട്ടല്ലെന്ന് തന്നെ പറയാം. കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പും സിനിമ കഴിഞ്ഞും ഇന്ന് വരെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം ഞങ്ങൾക്കടക്കം ഭക്ഷണം വരെ വെച്ച് തന്നു. അതുപോലെ 4-5 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ നല്ലൊരു സഹായമാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ജയരാജേട്ടൻ വളരെ മനോഹരമായൊരു കഥാപാത്രം ചെയ്തു. ഒരു ചായക്കടക്കാരൻ എന്നുള്ള കഥാപാത്രം വളരെ, അതുപോലെ ഇന്ദ്രൻസന്റെ കൂട്ടുകാരൻ, ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ തന്മയത്തോടെ തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ സൗമ്യ മാവേലിക്കര ഇതിന് ഏറ്റവും ആപ്റ്റായ ഒരാളെന്ന് തന്നെ പറയാം. കാരണം
താഴേക്കിടയിലുള്ളൊരു കുറേ ആൾക്കാർ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു വീട്ടമ്മ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ല ആ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന സാധനം വരച്ചു വെച്ചതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ണിച്ചേട്ടനും എൻ്റെ വീട്ടിൽ വന്ന് ആദ്യം എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് മ്യൂസിക് ഡയറക്ടർ ആണെന്നപ്പോൾ ഞാൻ ഓർത്ത് സ്റ്റണ്ട് മാഷാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രണ്ട് പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് വളരെ നല്ല കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ സംഗീതമായിട്ട് വളരെ അതുപോലെ അതിൻ്റെ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായ വേറൊരു തലത്തിൽ തന്നെ മലയാള സിനിമയിൽ വലിയൊരു തലത്തിലൂടെ അദ്ദേഹം എത്തും ഉറപ്പാണ്. കുറേ നാളായിട്ട് പല സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അവസരം കൊടുത്തപ്പോൾ തന്നെ ആത്മാർത്ഥം ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനോദ് ബോസ് വളരെ മനോഹരമായ എസ്ഐയുടെ വേഷം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വളരെ മനോഹരം പറയാൻ. അതുപോലെ നമ്മുടെ മമ്മൂക്കായുടെ മകൻ എന്നറിയപ്പെടുന്ന അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന പറഞ്ഞ് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഡയലോഗുള്ള ഇത് വേണം, ഡയലോഗുള്ള ഇത് വേണം. ഇദ്ദേഹത്തിനോട് പറയുമ്പോൾ എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ടതേ പറയും. എന്നിട്ടും ചെയ്ത പക്ഷെ പേടിച്ചാണ് ചെയ്തതെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പേടിച്ചു പോയി, അദ്ദേഹത്തിന് ചെറിയ പേടിയുണ്ട്, ഞങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാരാണ്. പക്ഷെ ആ പേടിച്ച് ചെയ്തത് സാധനം തന്നെ വളരെ നന്നായിട്ട് ആ പ്രസൻസ് ഒരു എസ് ഐ വന്നാൽ ഒരു വന്നിറങ്ങി നിൽക്കുന്ന ആ ഒരു ഇത് അത് കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വളരെ ആരും പറയും. ഞാൻ പറഞ്ഞതുകൊണ്ട് പറയും പേടിച്ചതാണ്, പക്ഷെ പേടിച്ച് ചെയ്താന്ന് ഒരിക്കലും പറയില്ല. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സിനിമ കാണണം, വീട്ടിൽ തന്നെ പോയി കാണണം. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 സെറ്റോടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ജാഫർക്കയുടെ വീട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു ചേരിയിലെ ഒരു വീട്, ജാഫർക്കയുടെ കഥാപാത്രം അതാണ്. കാരണം ഒരു പൈൻറ്റിന് വേണ്ടി ആക്രിപെറുക്കി ജീവിക്കുന്ന ഒരാളാണ്. പൈൻറ്റിൻ്റെ പൈസ കിട്ടുമ്പോൾ പണി നിർത്തും. അതുകൊണ്ട് വീടോ കൂടോ ഒന്നും പ്രശ്നമല്ല. മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു വേരിയേഷനും ആ ഒരു ക്യാരക്ടറിൻ്റെ വേരിയേഷനും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു സെറ്റിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അതുപോലെ ഇന്ദ്രൻ സണ്ണൻ്റെ ആല, അത് വളരെ മനോഹരമായ ഒരു സെറ്റ് വർക്കിലൂടെ ചെയ്തു. അത് ഇവിടെ ആർട്ടായിട്ടാണ് ഇവിടെ ഇല്ല. ജീവൻ വളരെ മനോഹരമായ ഒരു ആർട്ട് ചെയ്തു. കാരണം ഒരു ഒറ്റ ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഒരു പഴയ വീട് പുതിയ വീട്ടിലോട്ട് മാറ്റമായിരുന്നു. അതൊക്കെ വളരെ തന്മയത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുകേഷ് ഏട്ടൻ, കൺട്രോളർ, എല്ലാവരും വളരെ ഈ കൂട്ടായ്മയെല്ലാം എനിക്ക് ഒരാളെ തള്ളി പറയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്ത് എൻ്റെ കൂടെ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. എൻ്റെ പേര് ജയരാജ്. ഞാനിതിനകത്തൊരു ചായക്കടക്കാരൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത 90% സിനിമകളിലും ചായക്കടക്കാരൻ തന്നെയായിരുന്നു. ഇതിനകത്തൊരു ചായക്കടക്കാരൻ. ഈ ഒരുമ്പെട്ടെന്ന പടം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമ്പെട്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. മാഡം പറഞ്ഞ മാതിരി നിങ്ങളെ ക്യാമറ കണ്ണു കൂടെ വേണം പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിക്കാൻ. അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നുകൂടെ കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ബൈക്ക് ഒരുമ്പെട്ടവൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറയാം. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഒരുമ്പെട്ടവൻ ആരാന്ന് സിനിമ കാണുമ്പോഴാണ്. അതല്ല ഈ പേരിനാണ് നിങ്ങൾ ചോദിച്ചാൽ എല്ലാവരോടും പറഞ്ഞു ഒരുമ്പെട്ടവൻ എന്താ. അങ്ങനെ ചോദിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലേ ഒരുമ്പെട്ടവൻ എന്താ. സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരുമ്പെട്ടവൻ്റെ അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതാണ് ഒരുമ്പെട്ടവൻ. ഒരുമ്പെട്ടവൻ്റെ അർത്ഥം മനസ്സിലായാൽ മതി. എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ചെയ്ത് അല്ലെങ്കിൽ
പിന്നെ എന്തെങ്കിലും സാഹചര്യവശാലൊക്കെ ഒരുമ്പെട്ടിറം കൂടെ ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സംഭവം. അതിനകത്ത് ആരാണ് ഇത് ഒരുമ്പെട്ടേക്കണം എന്നുള്ള കാര്യം 3-ാം തീയതി കഴിയുമ്പോൾ അറിയാം. 3-ാം തീയതിക്ക് അറിയാം. അതൊക്കെ പൊതുവേ നമ്മള് റിയൽ ലൈഫിൽ ഒരുമ്പെട്ടവൻ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഒരുമ്പെട്ടവൻ അങ്ങനെ അധികം ആൾക്കാരെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ അപ്പൊ അതിന് എത്രത്തോളം അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരുമ്പെട്ടവനാണ് ഈ പെൺസൈഡിലേക്ക് പോകുന്നില്ല. ഒരുമ്പെട്ടവൻ നമ്മൾ പേര് വിട്ടിട്ടില്ല, ഒരുമ്പെട്ടവൻ. അപ്പം ഇതിനകത്തുള്ള സ്ത്രീ ആ കുട്ടിയോ അപ്പുറം ഒന്നുമല്ല, ഒരാണായിരിക്കും അതിനകത്ത് ഒരുമ്പെട്ട. ചിലപ്പോൾ ഇതാവില്ല, അല്ലെങ്കിൽ ഇതിന് അങ്ങനെ തിരിക്കുന്ന മാമുക്കയുടെ മോനായിരിക്കും, അല്ലെങ്കിൽ ബോസ് വിനോദ് ബോസായിരിക്കാം. അതിൽ ഇവിടെ പറ്റില്ല. പിന്നെ ഞാനായിരിക്കാം, പിന്നെ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതിനകത്ത് ഒരാളുണ്ട്, ജോണി ആൻമിക്കുന്നുണ്ട്, പിന്നെ കോഴിക്കോട് സുധീഷ് സാറുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്, ഇന്ത്യൻ ചേട്ടനുണ്ട്. ഇതിലാരെന്നുള്ള ആയിട്ട് നമുക്ക് അത് തീരുമാനിക്കാം. ക്രൈമുണ്ട്, നല്ല ഇൻവെസ്റ്റിഗേഷനുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്, നല്ല പശ്ചാത്തലമുണ്ട്, നല്ല രസകരമാണ് കാണാനൊക്കെ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചാണ് ഫോട്ടോഗ്രാഫിയൊക്കെ. അതൊക്കെ കാണുമ്പോൾ പറയാം. അതിലിപ്പോൾ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെൻ്റ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ സിനിമയിലൊക്കെ ഉള്ളതൊക്കെ ഫ്രെയിം കണ്ടു കഴിയുമ്പോൾ നല്ലതാണെന്ന് നമുക്ക് തന്നെ അറിയുന്നുണ്ട്. ആ ഭാഗമൊക്കെ ക്ലിയറാക്കി നമുക്ക് പറയാം. എല്ലാം ഉള്ളത്, എല്ലാം ഉള്ളതാണ്, എല്ലാം നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, ഇതൊക്കെയുണ്ട്. പൊതുവായിട്ടൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അത് പ്രശ്നം. ഡയാന ഇപ്പം തുടക്കം ഡയറക്ടർ ഡയാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, ഡയാനയുടെ അഭിനയം കണ്ടിട്ട് എങ്ങനെ അഭിനയിച്ചു എന്ന് അത്ഭുതപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അന്നേരം എന്താ തോന്നിയത്? അതേപോലെ സിനിമയിൽ ഡയാനയുടെ കഥാപാത്രം സത്യം പറഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ച്. അങ്ങനെയല്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ധന്യ രമേശൻ എന്നാണ്. ഇതിൽ രമേശൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സുധീഷ് ചേട്ടനാണ്. അപ്പം ഞങ്ങളുടെ മകളായിട്ടാണ് കശ്മീര അഭിനയിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പൊതുവെ അമ്മ റോൾസ്, ഇതുപോലുള്ള അമ്മ റോൾസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി, അമ്മയാണെങ്കിൽ കൂടി കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മകൾ എല്ലാ രീതിയിലും സ്കൂളിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിലായിക്കോട്ടെ പഠിത്തത്തിലായിക്കോട്ടെ മുന്നോട്ട് വരണം എന്നൊക്കെ അമിതമായി ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി മോളെ ഇങ്ങനെ ഭർത്താവിനോടൊക്കെ പറയുകയോ മോളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞൊരു പുഷ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ചൊരു മോട്ടി ലേഡി, ഒരു വൈഫായിട്ടാണ് വരുന്നത്. അപ്പോൾ അതായിരിക്കും സാറ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മാർഗനിർദ്ദേശങ്ങളും എനിക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. ചീഫ് അസിസ്റ്റന്റ് രാവിലേക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസോട് കൂടി മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് സെൻട്രൽ പറഞ്ഞത്. ഇതൊരു ഇപ്പം ജാഫ്രിക്ക് പറഞ്ഞതുപോലെ ഇതിൽ ക്രൈമുണ്ട്, ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ പോകുന്ന കഥയുണ്ട്, നല്ല പാട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ എലിമെൻസും വന്നു ചേർന്നിരിക്കുന്ന ഒരു പടമാണ്. ഒരു സിംഗിൾ ജോണറായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം രണ്ടാമത്തെ സിനിമയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് റീൽസിലൂടെയാണ്. അപ്പം റീൽസിൽ കണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ക്യാരക്ടർ? അത്രയ്ക്ക് വലിയ എക്സ്പ്രഷനൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഒരു സാധാരണ ഒരു വീട്ടമ്മ, അപ്പം ഒരു എന്താ പറയുക, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു വീട്ടമ്മയുടെ റോള് ചെയ്തു. എന്താ പറയുക, അതിൽ നമ്മുടെ അയ്യ വിജയൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. വളരെ നല്ല സന്തോഷം. വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കീർക്കോ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടം വിജയിക്കണേ,
ഞങ്ങളുടെ പടവും വിജയിക്കുന്നത്, എല്ലാ പടവും വിജയിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ പോലും നിങ്ങളെ ഈ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ വിജയിക്കണം. അതിനകത്ത് അതറിഞ്ഞി എന്ന് പറഞ്ഞ് നമ്മളിപ്പം അതറിഞ്ഞി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പടം ഇറങ്ങി. അപ്പോൾ അത് മേടിച്ച് അത് കാരണം നമ്മുടെ വിജയിക്കുകയല്ല. അപ്പോൾ നമുക്ക് 2 മാസം മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലോ. അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുള്ളി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അത് ഇറങ്ങും. നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങളോട് അപേക്ഷിക്കേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ലേ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണി മറ്റേ നമുക്ക് തന്നെ ഉണ്ടായ സിനിമ അല്ല. അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത്. പടം നല്ലതാണ് കാണുന്നത്. പടം നല്ലതായിരിക്കണം. ഈ ഇറങ്ങുന്ന ഒരാൾ കണ്ടിട്ട് അങ്ങനെയല്ലേ. അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് പിടിച്ചേച്ച് ആ പടം കൊള്ളാവോ, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞ ഒരാൾ അങ്ങ് ഔട്ടടിച്ച് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരും. ആരെങ്കിലും കാണും. കണ്ടു കഴിഞ്ഞിട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കിട്ടും. അപ്പോൾ മോനൊന്ന് കാണാൻ തയ്യാറാകും. മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ. പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിന് കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിന് കൊള്ളാവുന്നതാക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കും, കറക്റ്റായിരിക്കും. ഇല്ല അതിനൊക്കെ വിമർശനം എന്തോരം ഉണ്ടായിരുന്നു. പലരും കയറി അതിനെ കൊള്ളില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതെന്ന് തന്നെ പറയുന്നത്. നല്ലതാണ് ചെയ്തു വെച്ചേക്കും. നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അപ്പം നിങ്ങളെ പോലുള്ള വിമർശനം പരിപാടി വിമർശിക്കുക ചെയ്തേക്കണം. അതേ ഉള്ളൂ. പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? സ്റ്റാർ മെറ്റീരിയൽ, സാറ്റലൈറ്റ് വാല്യൂ, അതൊക്കെ ഒരു പടത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചു. ഏതാണ് സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ? അയ്യോ അതൊന്നും പറയാൻ എനിക്കറിയാമല്ല. സാറ്റലൈറ്റ് വാല്യൂ സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ പോലെ നമ്മളെ വിളിച്ച് ഒരു 5 ദിവസം വിളിച്ച് 10 ദിവസം വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉള്ളൂ, സ്റ്റാർ വാല്യൂ ഉള്ളൂ ഞാൻ തിരക്കാറില്ല. ഞാൻ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ട് അരി മേടിക്കും. ആ പരിപാടിയാണ്. അത് എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ട് വരും. സിനിമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കും. അവൻ്റെ ചോദ്യമൊക്കെ അടിപൊളി ചോദ്യമാണ്. നീ നല്ല സ്റ്റൈലായിട്ട് ചോദിക്കണം. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് ആ സ്റ്റോറി അതാണ് ഏറ്റവും പ്രധാന സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇന്ദ്രൻ സേനും ജാഫർക്ക് മാത്രമേ അതിൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. എൻ്റെ കാസ്റ്റിംഗ് ഇതാണ്. ആ സ്റ്റോറിക്ക് അനുയോജ്യമായ ഒരു കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇവരല്ലാതെ വേറെ ആരും ചെയ്താലും അത് അത്രയും എത്തില്ല. അതിൻ്റെ ഇവരുടെ ഷേപ്പും ഇവരുടെ പ്രായവും ഇവരുടെ എല്ലാം അത് ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടനും ഞാനും ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ള സപ്പോർട്ടിങ് ശിഖരം വേണമല്ലോ, അല്ലെങ്കിൽ മരം നിലനിൽക്കുമല്ലോ. അങ്ങനെയുള്ളൂ. അതിനകത്ത് ഏത് പടം എടുത്താൽ അങ്ങനെയാണ്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നായകൻ, നായിക, വില്ലൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ശിഖരമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചായ എടുത്തതിൻ്റെ പിള്ളേർ നന്നായിട്ട് ചായ കൊണ്ടെത്തുന്നതിൽ ഈ പടത്തിന് വാങ്ങി പ്രൊഡക്ഷൻ പോയി എല്ലാം കൂടെ കൂടി കെട്ടി മറിയുന്ന എൻ്റെ സിനിമ. അതിനകത്ത് എന്തെങ്കിലും വിവേചനം ഉണ്ടോ? എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇത് വലുതാവണം. അങ്ങനെ എത്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കൂടെ പോയിക്കൊണ്ട് സഞ്ചരിക്കാനേ. അതേപോലെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45-ലാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇതിന് വരാതെ അവിടുന്ന് വരാൻ എന്തെങ്കിലും നിവൃത്തി വേണ്ടേ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു മറ്റേ ഈ ഒരു സമയത്തിൽ വന്നിട്ട് 2 ദിവസം കൂടുതൽ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വല്ല കോമ്പിനേഷനൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്യ സംസ്ഥാനം പണം ചെയ്യുന്നു, വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെ ഞങ്ങൾ സന്തോഷിച്ചു തരുന്നു. ഞാൻ തമിഴ് സിനിമ ചെയ്യുന്നത് നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിരിക്കാനോട് അന്നില്ല അപ്രോച്ച് ചെയ്യില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണോ? ആ വലിയ പടമാണ് ഓക്സിജൻ. അതിൻ്റെ കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ. പിന്നെ അത് കൂടാതെ ഇപ്പോൾ 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മളങ്ങനെ തട്ടിമുട്ടിയൊക്കെ ചെയ്യുക. ആ അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഓക്കെ കേട്ടോളൂട്ടോ. ഇനി എന്നെ ഇനി നിസാർക്കാക്കി വായിക്കും. നിസാർക്ക് ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോൾ ഡയലോഗ് വേണ്ടെന്ന് പറയുമല്ലോ. ഹലോ ഉണ്ടാവും.
അവിടെ പോണേ നമുക്ക് സാറിന്റെ മകനാണ്. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് അറിയാൻ മാർക്കോ ആണെങ്കിലും ഉണ്ണിമുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. ചേട്ടൻ ഓൾറെഡി ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നു? പുതിയതായിട്ട് വരുന്ന ആളുകൾ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ അത് ഈ തല്ലിപ്പൊളി മതവികാരുണ്ട്. മമ്മൂക്കന്റെ പടം വരുമ്പോ ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോ ഈ സിനിമ വന്നപ്പോ നല്ല പടം മാർക്കോ മാർക്കോ നല്ല പടം എന്ന് എല്ലാരും പറഞ്ഞു. അതില് കമന്റ് എന്ത് വരുന്നുണ്ട്, അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ടതിന്റെ വെക്കില് അത് ചെയ്യാൻ പാടില്ല. ഒരു 100-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവം ഒരു സിനിമ നടത്തുന്നത്. അപ്പൊ ഒരു 100-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാലും അയാൾ വീണ്ടും പടർക്കുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ, ഈ കമന്റുകളൊക്കെ, അതൊക്കെ ഒരു വ്യവസായം നശിക്കണം. ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയം ഒരു കലാകാരന് രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ്കോർ രാഷ്ട്രീയം ഇങ്ങനെ വിളിച്ചു വരണമെന്ന് പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ മരിച്ച് ഇന്നെ വിളിച്ചിട്ടുണ്ട്, ആർക്കും വിളിച്ചിട്ട് കാര്യമുണ്ട്. ഉണ്ണിമുകുന്ദന്റെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ വരുന്നത്. ആ സിനിമേനെ ഒരു സിനിമന് നശിപ്പിക്കാൻ പാടില്ല. മുകുന്ദന്റെ ക്യാരക്ടറിലല്ല സിനിമ. സ്റ്റോറി കാണാൻ പോവാ, അല്ലെങ്കിൽ കാണണ്ട, നല്ലതാണെങ്കിൽ കാണാം, കഴിയണത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഈ സിനിമനെ പറ്റി പറയണത് തന്നെ, ഈ സിനിമ നാട് തെറ്റിച്ച ഒരു വാർത്ത ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടില്ല, കഴിഞ്ഞുപോയി. ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന് ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും, ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ ഒരു സന്ദേശം സിനിമയിൽ വലിയൊരു സന്ദേശം സിനിമയിൽ കഴിഞ്ഞു പോയത് ഇനി വരുന്ന ഏകദേശം ഒരു ഉറപ്പുള്ള സാധനം. കാരണം ആ കേസിലൊക്കെ പെട്ടിപ്പോൾ തടിച്ചു വീർന്ന് ജയിലിൽ കിടക്കുക, അപ്പൊ ഇനിയും തടിക്കുക, ആളുകൾക്ക് ഇതൊക്കെ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നില്ല. അങ്ങനെ ഒരു സന്ദേശം സിനിമയിൽ പറഞ്ഞില്ലേ, മതവികാരം സിനിമ. അതായത് ഈ അദ്ദേഹം പറഞ്ഞ കൂടുതൽ ഞാൻ കുറച്ച് മുമ്പ് എല്ലാ ചാനലും എല്ലാ കൊണ്ടും എപ്പോൾ വിളിച്ചാലും പറയുന്ന ഒരു വാരമാണ്. അതിപ്പം നമ്മൾ മാറ്റിമറിക്കാൻ പറ്റിയല്ല. ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു, അത് ചെയ്തതിനകത്ത് എന്താണെന്നുള്ള കാര്യം അവർ കാണുന്നതിൽ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടിക്കൊടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരങ്ങനെ കാണിക്കും. കാരണം എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 10-200 പേര് കൂടി ചെയ്യുന്ന, അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പല ചായ കൊണ്ടുവച്ചിരുന്ന വേറെ ഒരു മതത്തിൽപ്പെട്ടായിരിക്കും, അയ്യോ അവനല്ല എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം അങ്ങനെ പറയാൻ പറ്റും. അത് പറയാൻ പറ്റിയല്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്, ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേച്ച് കുറ്റം പറയുക. അങ്ങനെ ഞണ്ണിയേച്ച് കുറ്റം പറയരുത്. അവിടെ പല ആൾക്കാർ വേണം, പല തൊഴിലുകളാണ്. അവിടെ നിന്ന് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും പണം പറയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്താനം പറയുന്നവർക്ക് ദൂരമില്ലാത്ത ഉണ്ണിമുകുന്ദൻ്റെ പടത്തിനകത്ത് അത് കൊണ്ടുപോയില്ലെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ്. നിങ്ങളതൊന്നും വലിച്ചു കിട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യത കൂടെ ആയിരിക്കും. ഇവിടെ പണം അറിയിക്കുന്നുണ്ട്, അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ട് വന്ന് കേട്ട് വലിച്ചു, അതൊന്നും കൊണ്ടുവരാത്ത പരിപാടി. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അപ്പം നന്മ വരും. ചുമ്മാ ചീഞ്ഞളഞ്ഞ കേസും പറഞ്ഞു ഓക്കെ എന്നാ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പോയി പൊറോട്ട അടിച്ചിട്ടില്ല, ഇത് താഴെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചില താല്പര്യം തോന്നി അപ്പം എന്താണ് ഇങ്ങനെ ക്യാമറയിൽ ഓടിക്കും ചോദിക്കുന്നുണ്ട്. ആ ഡയറക്ടറിന്റെ മൈക്കോട്ട് ചേട്ടാ, ഇത്തരത്തിലുള്ള പടത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിനിമ ചെയ്യണം, മക്കളെ വെച്ച് അഭിനയിപ്പിക്കണം എന്നൊക്കെ തോന്നാനുള്ള ഒരു കാരണം. മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല, എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ആ സ്റ്റോറി ഒരു മണിക്കൂറോട് ഞാൻ എഴുതിയായിരുന്നു, ഒരു ത്രെഡ്. അപ്പോൾ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം
അതിനകത്ത് ഈ ഏജിലുള്ള ആൾക്കാർ വേണം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആയിരുന്നത്. ആ ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജാഫർക്കായിട്ട് സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹമായിട്ട് എഴുതി ഇതായി വന്നപ്പോൾ ആ ക്യാരക്ടർ റോളിൽ 2 കുട്ടികൾ വേണം. അപ്പം എനിക്ക് മക്കളുള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വേറെ എടുക്കില്ലല്ലോ. അപ്പം എൻ്റെ മോളും അതിനകത്ത് അഭിനയിച്ചു. അതാണ്. ഈ അളിയൻ ക്ലൈമാക്സ് കഴിക്കാൻ വേണ്ടിട്ടാ ആളിനെ വിട്ടുപിടിച്ചല്ലേ? ആ അളിയനെ വിട്ടുപിടിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഞെട്ടിയൊരു സാധനം തന്നെയാണ്. ആ 3-ാം തീയതി ആ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം. 3-ാം തീയതി വരെ വെയിറ്റ് ചെയ്താലേ അതറിയാൻ പറ്റും. അതൊരു ട്വിസ്റ്റാണ്. ഒരു ട്വിസ്റ്റ് അല്ല, 2-3 ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട് അതിനകത്ത്. അതിൽ 2-3 അത് കുറുക്കി കൊള്ളുന്ന തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി നമ്മൾ മുറുകി അവസാനത്തേക്ക് വന്ന് വലിയൊരു മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ്. ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ട്വിസ്റ്റ് എന്താണെന്നും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ സുഖം പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സിനിമ കണ്ടാലേ മനസ്സിലാവും. ഒരുപാട് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും ചൂസ് ചെയ്യാനുള്ള ജനം കാണുന്നുണ്ട്. ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങില്ലേ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ, ഈ ലോകത്തുള്ള മലയാളികളൊക്കെ കറങ്ങിയ സിനിമ ആകാശദൂത്. ഇപ്പൊ മോനം കറക്കാവോ? ഇപ്പൊ നടക്കേണ്ടല്ലോ, നിന്റെ കുടുംബം ഒക്കെ വിറ്റ് കളയേണ്ടി വരും. ആരും കാണില്ല. ആ മാറിയില്ലേ? ഇങ്ങനെ കരച്ചിലും വയ്യാവലും കാണാനുണ്ടോ ആരെങ്കിലും? ഇപ്പോഴത്തെ പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ? അത് വെച്ചിട്ടില്ല സിനിമ പോണേ. ഇപ്പൊ കാരണവന്മാരുടെ സിനിമയല്ല പോണേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം യങ് പിള്ളേരെ ഏറ്റെടുത്തേക്കോ. ഇതൊക്കെ അതാരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു ശാലം പ്രായമുള്ള പുള്ളി പറയാതിരിക്കാൻ അല്ലല്ല ബാക്കി എല്ലാ കുഞ്ഞുങ്ങളല്ല പിള്ളേരും സെറ്റുകളായവിടെ കളിക്കുന്നത്. ഏത് തലമെടുക്കും സിനിമയുടെ മീഡിയയിലൊക്കെ നോക്കുന്നത്, മീഡിയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്താ ചാനൽ പറ്റി അത് മതി. നേരം കൂട്ടിട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒന്നും കഴിക്കാതെ നമുക്ക് കാണാം. എന്തൊരു രസം അവരുടെ കടമകളും അവരുടെ ആ സെറ്റിങ്സും ഒക്കെ ഉണ്ട്. അത് മാറിയില്ല മൊത്തം. ഇപ്പൊ കാലത്തിനകത്ത് മാറുന്നത്. നമ്മളങ്ങനെ ഈ വാത്സല്യം പോലെയുള്ള സിനിമ, വാത്സല്യമൊക്കെ 500 ദിവസം കൊണ്ട് ഓടിയതാണ്. അത് ഇന്ന് പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേർക്ക് ഇത്ര പിള്ളേർ വേണം. ചെവി പറഞ്ഞോട് പോയതാ മുളക് വയ്ക്കാറുണ്ട്. നമുക്കൊക്കെ മോനാ അത് പറ. ആഗ്രഹിച്ചിട്ടുണ്ടാവോ ഇതാകുമ്പോ സിനിമയെ വരണമെന്നോ അല്ലെങ്കിൽ വാപ്പയോട് അഭിനയിക്കണമെന്നോ? ഞാൻ അഭിനയിക്കുന്നു, ഞാനൊരു സംഭവമൊന്നുമില്ല. ഇപ്പൊ വരച്ചതിന്റെ സിനിമയിൽ അഭിനയിച്ചു. മുന്നേ ഒരു സിനിമ ഒരൊറ്റ സീന് ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. എനിക്കെല്ലാം പേടി കാണാൻ അവിടെ ഗംഭീര അത് കഴിഞ്ഞിട്ട് പിന്നെ 5 കൊല്ലത്തേക്ക് സിനിമയിലാരും വിളിച്ചില്ല. ഒറ്റ സീറ്റ് അഭിനയിച്ചു. അങ്ങനെയാണ് ഒറ്റ സീന്. പിന്നെ നിന്നില്ല. ഇത് പിന്നെ ജാബർക്ക വിളിച്ചപ്പോ വന്നിട്ട് അഭിനയിച്ച അങ്ങനെ ചെയ്ത കൊണ്ടുപോകില്ലായിരുന്നു. പുള്ളിയെ കൊണ്ടുപോകില്ലായിരുന്നു. അങ്ങനെ താല്പര്യം പറയും പറഞ്ഞ നമ്മളിട്ട് ഓടിക്കും. അങ്ങനെ അപ്പൊ ഞാൻ വിളിച്ചല്ലോ ലാസ്റ്റ് വിളിച്ച് ജാബർക്ക വിളിച്ചപ്പോ അങ്ങനെ വന്ന നോക്കിയിട്ടില്ല. ജർമ്മൻ വിളിച്ചാലും പോകും, ഏത് പണം വിളിച്ചാലും പോകും. അത് പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിട്ട് കിട്ടോ ഏത് പണി ചെയ്യും. ഇനി എന്ത് സ്കൂളിലൊക്കെ പറ്റും ചെയ്യും. അതേപോലെ ഈ ജാഫർക്കയുടെ 2027 2027 ഇത് 3 കൊല്ലം ഉണ്ടല്ലോ. ഈ ഞാൻ കൊച്ചെന്ന് ചോദിക്കാം കുറേന്ന് പറഞ്ഞോളൂ. ഇവ കേൾക്കുന്നില്ല. ആ കൊച്ചുകൊണ്ടില്ല 2018 കേട്ടോന്നാ. ചോദിച്ചാൽ 2024 ജാഫർക്കാണ് കണ്ടോ? ചോദിച്ചത് ജാഫർക്കനോടല്ലേ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ 2024 എങ്ങനെയുണ്ട്? 27 ആയിപ്പോയത്. ചോദ്യം ശരിക്കും സ്കൂൾ കുട്ടികളെ പോലെ അവരുടെ ചോദ്യം ആരെങ്കിലും തീരുമാനം അല്ല. ആരോടാ? മുമ്പിനോടല്ലേ? ജാഫർക്കനോടല്ലേ? ചോദിച്ചു
പറ്റി. 2024 നിറച്ച് പടമില്ലായിരുന്നു. പടം തന്നെയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനിടയ്ക്ക് വേറൊരു കുഞ്ഞാവ് ഇവിടെ ഉണ്ടായി. രണ്ടാമത് മോക്ക് എനിക്കല്ല വെറുതെ ഒരൊച്ച ഞങ്ങളുടെ വയസ്സന്മാരുടെ ജീവനോദനാണ്. രണ്ടാമത് കുഞ്ഞാവോട് അപ്പൊ സംഗതി അതൊക്കെയായിരുന്നു. ആ വിശേഷത്തിൽ അല്ലാത്തൊക്കെ പങ്കുചേർന്നു. പിന്നെ സിനിമകളുണ്ടായി. ഇനിയിപ്പം ഏതാണ്ട് ഒരു 5-6 മാസമൊക്കെ സിനിമ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം ചെയ്ത് തീർത്ത് വരുമ്പം വേറെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് മറ്റേ അല്ല 2024 വെച്ചിട്ട് തമിഴ് അങ്ങനെ അല്ല ഈ വശം തമിഴൊക്കെ ഉണ്ട്. തമിഴൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വിളിക്കുന്നതിനെല്ലാം പോകുന്നു. നമ്മളെല്ലാം ചെയ്യണ്ടേ. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വർക്ക് ഉണ്ട്. ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് ഇട്ടെറിഞ്ഞ് നമ്മൾ അന്യ സംസ്ഥാനത്തിലേക്ക് വേറെ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ദുരുദ്ദേശം മനസ്സിൽ കാണുമ്പോൾ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ ശമ്പളം കുറവും, അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും എന്നൊക്കെ ചിന്താഗതി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കേൾക്കാം, അവിടെ തന്നെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു വർക്കേഴ്സൊക്കെ ആയിട്ട് അവർ ഗൾഫിലൊക്കെ പോയിട്ടാണ് രക്ഷയും. അല്ലാതെ പൊതുവായിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റൊക്കെ വരുള്ളൂ. അതിനൊന്നും ശമ്പളമൊന്നുമില്ല. ശമ്പളമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ ഇവിടെ 15,000 രൂപ അടിച്ചാൽ വീട്ടിൽ കിടന്ന് തുടങ്ങാൻ നല്ലത് എന്തെങ്കിലും പിള്ളേരും പെണ്ണുപിള്ളേരും കൂടെ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ അത് വലിയ ദുരിതം. അപ്പോൾ ഞാൻ പറയില്ല, സ്വന്തം നാട്ടിൽ കിട്ടുന്ന വെച്ചാൽ ജീവിക്കാൻ കുറച്ചാണ്. അത് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ പറയുന്നത് പറയാൻ ശരിയാണ്. നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ട് കിട്ടുമായിരുന്നോ? കൂടിയോണ്ടല്ലേ കിട്ടിയേ? സുരേഷേ ബിലാൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് നമ്മളതിനകത്ത് അംഗീകരിച്ചു. ഞാൻ ഈ കക്ഷികളോടെല്ലാം പറയുകയും ചെയ്തു. ഡയറക്ടർ സാറിന് ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ണിയാർ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സാറെ ഇങ്ങനെയാ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ബിലാറ്റുകളുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ബിലാറ്റുകളുണ്ടോന്ന് അറിയില്ല. ആ പടം വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് എല്ലാം ഓണായി വന്നതാണ്. ആ സമയത്ത് നടക്കണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങനെ പോയേക്കുവാണ്. വരും എന്നൊക്കെ പറഞ്ഞാൽ നാരകൻ സിനിമ ആശിക് പ്രസാദ് നാരകൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാകും വല്ലതും ഉള്ളതാണെന്ന് ചോദിച്ചു. എന്നോട് കുറച്ച് വ്യക്തത ഒന്നുമില്ലേ. പടത്തിലുണ്ട്, പട്ടുകുഞ്ഞിരി പൂച്ചക്കുഞ്ഞിരി മിക്കലല്ല, വേറെ ചെറിയ റേഞ്ചിലേക്ക് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള നടക്കുമ്പോ കാണും. പിന്നെ നടക്കുമ്പോ കാണും ഉണ്ടല്ലോ. അത് പറഞ്ഞില്ല ഫുള്ള് കേട്ടില്ല. അത് പിന്നെ ക്ലൈമാക്സ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അതെ, ബിലാൽ എന്ന് പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറ. ഇതിപ്പോ നാളെ ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കുമായിരിക്കും ഈ പടമൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ ആ പടം തുടങ്ങുവാണെങ്കിൽ അതിനകത്തുണ്ട് വരുന്ന അറിയാലോ. ഒരു 10 ഇതാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം നോക്കണം. രാജാവ് മറ്റേ അതിനകത്ത് ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്താണ് മമ്മൂക്ക. അദ്ദേഹമൊക്കെ ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്, അമൽദീർ സാറ് ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്. ഇതെല്ലാം ഒത്തണങ്ങി വരണ്ടേ. അങ്ങനെ ഒരു പടം ശരിയാവുള്ളൂ. അത് ഓടിച്ചു നിന്നൊരു പടം നമ്മൾ പലയിടത്തും സാധനം പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഒത്തണങ്ങി തന്നെ എല്ലാവരുടെയും. അതുകൊണ്ടാണ് അതിന്റെ കാരണാംശം. അല്ലേ അതിനി വരും ചിലപ്പോ അവാതെ പിന്നെയും ബിലാലിക്കാന്നെ. അതെനിക്കറിയില്ല. അതെങ്ങനെയെങ്കിലും ആട്ടല്ലേ. അതിപ്പോ ചോദിച്ചാൽ ഈ സമയം പറഞ്ഞു. അതിപ്പോ അത് നടക്കാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ചുണ്ട്. അത് വേറെ പടം ചെയ്തോണ്ടിരിക്കുമല്ലോ. ആ പടത്തിന്റെ ഒരു റേഞ്ച്, ആ പടം നിന്നത് അങ്ങനെയായിരുന്നു. ആ പടം എല്ലാവർക്കും അന്നത്തെ സമയത്ത് ആ പടം പിള്ളേരെല്ലാം ഉണർവിലേക്ക് കൊള്ളുന്ന ഒരു സിനിമയാണ് അല്ലേ. എല്ലാവരും മനസ്സിലില്ലേ. അതുപോലെ അത് ആ മനസ്സിൽ ഇനി അത് കിടക്കുമ്പോഴത്തേക്ക് അത് ഇനി അത് താന്നു പോരുന്നത്. അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും അവര്. താന്നു പോകാൻ പോകുള്ളൂ. ആ ചോദ്യം തീർന്നു. ഇനി ആരോട് എന്താ ചോദ്യം പാട്ടുപാടി എല്ലാവരെയും ഭയങ്കര
ഒക്കെ കയ്യിലെടുത്ത് കണ്ടായിരുന്ന പാട്ട് പാടിയിട്ടൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലുള്ള പാട്ടുകളൊക്കെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ ആണോ? അതെ, ഇതില് വിജയ് യേശുദാസ് പാടിയിട്ടുണ്ട്, സിത്താര കൃഷ്ണകുമാർ, പിന്നെ വൈക്കം വിജയകൃഷ്ണൻ, 4 പാട്ടുകളിൽ അതിലൊരു പാട്ട് പ്രൊമോഷൻ സോങ്ങാണ്. പിന്നെ പുതിയ ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ സോങ്ങാണ്, ജാഫ്രിക്കയുടെ ഒരു ക്ലൈമാക്സിനോട് ബന്ധപ്പെട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, അതാണ് വിജയ് യേശുദാസ് പാടിയിട്ടുള്ളത്. അത് വൈക്കം വിജയകൃഷ്ണൻ പാടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മിഴിയുടെ ഒരു ഇൻട്രാക്ഷനിൽ ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയും ഇവരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ട് അതെ മിഴി പാടിയിട്ടുണ്ട്. നല്ല സിംഗറാണ് നമ്മോട് പാടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെപ്പി സോങ്, കുറച്ചൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ഫ്ലേവറുള്ള ആ ഒരു സംഭവം. ഇതൊക്കെയുള്ള ഒരു പ്രൊമോഷൻ സോങ് ഉണ്ട്, ഉരുമ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ 4 സോങ് ഉള്ളത്. ഇതിലും അത് എല്ലാം പിക്ചറൈസ് ചെയ്ത് വന്നപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഒരു ഓഡിയൻസിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. താങ്ക് യു. ജീവിതത്തിലെ ഇനി ഏതെങ്കിലും നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ മനസ്സിനുള്ളിൽ? ഞാൻ മിനിമം അതെങ്കിലും വേണം പറഞ്ഞത്, അല്ലാതെ ചെറുതൊന്നും വേണ്ട. ആഗ്രഹിക്കാനല്ല പറഞ്ഞേ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ? വെറുതെ ചെയ്യാ, അഭിനയിച്ച് പഠിക്കാൻ പഠിക്കുമ്പോ നോക്കാം. എന്താ മനസ്സിലായത് പറയും, എന്താ പറഞ്ഞേ? ആഗ്രഹിക്കുന്നില്ല, പഠിച്ചു വെച്ചോന്നു ഇല്ലല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചെയ്തു? ഒരു ഭാഗവും മുഴുവനും, ബാക്കിയുള്ളത് ചെറിയ ചെറിയ കൊണ്ട് ലിറ്റിൽ ചോദിക്കും ഫ്ലോവും അറിയാവുന്ന ചോദിച്ചു. സമയം ചേച്ചി അല്ല, അത്ര ഇതായിട്ടൊന്നും ഇമിറ്റേറ്റ് ചെയ്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവസാനം തിരിച്ച് കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അപ്പൊ സൗകര്യം ഒരുപാട് എനിക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ല, പാടും അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാരും ഒരു നാടൻ പാട്ടായിക്കോട്ടെ. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂ മലരേ കണ്ണൊന്നടച്ചാലോ കാണാ കണ്ണിനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണടേ ചെമ്പകപ്പൂ മലരേ എന്റെ ചെമ്പകപ്പൂ മലരേ. പാട്ടൊക്കെ പാടും. ഏതൊരു പാട്ട്? ഒരു സിനിമയില് മഹർഷിയായിരുന്നു. ആരുണി പത്രേ താപസ കന്നെ ആശിപ്പതെന്തെന്ന് ചൊല്ലു, അല്ലോ ആശിപ്പതെന്തെന്ന് ചൊല്ലു. എന്തൊക്കെ ചോദിച്ചത്, ഇതന്നെ എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ നോക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാപ്പി കുടിച്ചിട്ട് പിരിയണം.